വാ പോവാ. എൻ്റെ പൊന്നുമ്മ ഇപ്പോൾ ഇവനെയും കൂട്ടി നടക്കല്ലേ നിങ്ങൾ, എവിടെയെങ്കിലും നാക്ക്. എല്ലടാ ഇത് നിന്റെ അനിയനല്ലേ? ഉമ്മ അനിയൻ തന്നെയാ, പക്ഷെ എപ്പോൾ ഇവനെയും കൂട്ടി നടക്ക എങ്ങനെ ശരിയാവും? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ നിങ്ങളെപ്പരോ എനിക്ക് നടക്കടാ ഓനെയും കൂടി നടക്കല്. ഉമ്മ ഇങ്ങക്ക് ഞാനാ ചെലവിനായിരുന്നേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടാ മതി കേട്ടാ. ജമീൽത്ത, ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നില്ലേ ഷമീൽ നിങ്ങളുടെ ജീവിതം. പിന്നെ ഓനും വേണ്ടത്ര സ്നേഹമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഓനോട് പറഞ്ഞു പോയിട്ടുണ്ടാവുക. നിങ്ങൾക്കും വേണ്ടേ ഒരു ജീവിതം? അല്ല ബ്രസി, ഞാനെന്നാ മാണ്ടേ? ഞാൻ അവനെ കൊല്ലുവനാ? ജമീൽത്ത, നമ്മളെ കടവത്തൂര് എറഞ്ഞെങ്കിൽ പള്ളീൻ്റെ അടുത്ത് മൈത്രി എന്ന പേരിൽ സ്പെഷ്യൽ സ്കൂളുണ്ട്. ആന്നാ ബ്രസി സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാല്? അതിങ്ങനെയുള്ള ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് സ്ഥാപന, ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുന്ന പോലെ തന്നെ അവരെ ശ്രദ്ധിക്കാൻ അവിടെ പ്രത്യേകം ട്രെയിനിങ് നേടിയ ടീച്ചേഴ്സും ആയമാരും ഉണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സെൻസറി റൂം, 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം, അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും അവിടെ നൽകി വരുന്നുണ്ട്. അതുകൂടാണ്ട് അവർക്ക് സന്തോഷം നൽകുന്ന വിനോദയാത്രകളും കലാപരിപാടികളും നടത്താറുണ്ട്. അതുപോലെ രക്ഷിതാക്കൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസുകളും നടത്തി വരാറുണ്ട്. പിന്നെ അവിടുത്തെ ബസ് വന്ന് കുട്ടികളെ കൊണ്ടുപോവുകയും തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു.